കേരളത്തിന്റെ വികസന പ്രതീക്ഷയായ വിഴിഞ്ഞം തുറമുഖത്ത് ട്രയൽ റൺ ഉദ്ഘാടനം അല്പസമയത്തിനകം നടക്കാൻ പോവുകയാണ്. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാളിന്റെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. 2000 കണ്ടെയ്നറുകൾ തുറമുഖത്തിറക്കി. നാളെ മുതൽ ചരക്കുമാറ്റം ആരംഭിക്കും. വൈകിട്ടോടെ സാൻ ഫെർണാണ്ടോ കപ്പൽ തുറമുഖം വിടും. പ്രശാന്ത് കൃഷ്ണ വിഴിഞ്ഞത്ത് നിന്ന് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പ്രശാന്ത്, 10 മണിക്കാണ് ചടങ്ങുകൾ പറഞ്ഞിരുന്നത്. ആരംഭിച്ചോ? മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയും സ്ഥലത്തേക്ക് എത്തിയോ? പൊതുജനങ്ങൾക്ക് പ്രവേശനമുണ്ട്. ആളുകളൊക്കെ എങ്ങനെയാണ് അവിടേക്ക് വരുന്നത്? ആര്യ, ആദ്യ ചരക്ക് കപ്പൽ മദർഷിപ്പ് ഇന്നലെ വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തിച്ചേർന്ന് ചരിത്രം കുറിച്ചു കഴിഞ്ഞു. കണ്ടെയ്നറുകൾ, ചരക്കുകൾ ഇറക്കി തുടങ്ങി കഴിഞ്ഞു. ഇന്ന് പക്ഷേ ഔദ്യോഗികമായി ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നത് ഇന്നത്തെ ദിനമാണ്. അതായത് ട്രയൽ റണ്ണിൻ്റെ ഔദ്യോഗികമായ സ്വീകരണം ഇന്ന് ജൂലൈ മാസം 12-ാം തീയതി രാവിലെ 10:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാൾ ഈ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ സർബാനന്ദ സോനോവാളും അദാനി പോർട്സിൻ്റെ സിഇഒമായ കരൺ അദാനി അടക്കമുള്ളവർ ഇപ്പോൾ പോർട്ട് ഓഫീസിൽ എത്തി ഈ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയാണ്. അത് അദ്ദേഹം കണ്ടു മനസ്സിലാക്കിയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയത്തിനകം തന്നെ ഈ വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തിച്ചേരും. അതിനുശേഷം ഈ മുഖ്യമന്ത്രിയും കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രിയും അദാനി പോർട്സിൻ്റെ അധികാരികളും എല്ലാം ബെർത്തിലേക്ക് എത്തി ആദ്യ കപ്പലിനെ, അതായത് സാൻ ഫെർണാണ്ടോ കപ്പലിനെ തുറമുഖത്തേക്ക് വരവേൽക്കും. അത് ആ ചടങ്ങ് ഒരു സ്വീകരണ ചടങ്ങ്, വാട്ടർ സല്യൂട്ട് അടക്കമുള്ള ചടങ്ങാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ആദ്യ കപ്പലായ ഷെൻഹുവ 15 ഒക്ടോബർ മാസം 15-ാം തീയതി ഇവിടെ എത്തിയപ്പോൾ എങ്ങനെയായിരുന്നു സ്വീകരണ പരിപാടി, അതുപോലെ തന്നെയാണ് ഈ കപ്പലിനുള്ള സ്വീകരണം ഒരുക്കുന്നത്. ഈ കപ്പൽ അല്പം അകലേക്ക് ഈ ബെർത്തിൽ നിന്ന് കുറച്ച് അകലെയായി മാറ്റി നിർത്തിയിട്ടുണ്ട്. അത് പിന്നെ ബെർത്തിനോട് ചേർക്കുകയും വാട്ടർ സല്യൂട്ട് നൽകി സ്വീകരിക്കുകയും ചെയ്യുന്നതാണ് ട്രയൽ റണ്ണിൻ്റെ ഔദ്യോഗികമായ തുടക്കമായി തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ പോർട്ട് ഓഫീസിൽ സർബാനന്ദ സോനോവാളിനോട് എങ്ങനെയാണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഓരോ ഘട്ടവും പൂർത്തിയാക്കാൻ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങൾ അദാനി ഗ്രൂപ്പിൻ്റെ ഡയറക്ടർ കൂടിയായ കരൺ അദാനി വിശദീകരിക്കുകയാണ്. ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്ന ചടങ്ങ് വലിയൊരു ചടങ്ങ്. അത് ആദ്യ കപ്പൽ വന്നപ്പോഴുള്ള അത്രയും വലിയൊരു ചടങ്ങാണോ എന്ന് ചോദിച്ചാലല്ല. എങ്കിൽ പോലും 5000 പേർ പങ്കെടുക്കാവുന്ന ഒരു വലിയ പന്തൽ തന്നെ ഒരുക്കിയിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് ഇവിടേക്ക് പ്രവേശനമുണ്ട്. ഓരോ മേഖലയിൽ നിന്നുള്ളവർ എത്തിക്കൊണ്ടിരിക്കുന്നു. ഈ വിഴിഞ്ഞത്തെ, അതായത് ലത്തീൻ സഭയെല്ലാം തന്നെ ലത്തീൻ അതിരൂപതയുടെ ബിഷപ്പ് ഈ ചടങ്ങിലേക്ക് സർക്കാർ ക്ഷണിച്ചെങ്കിലും സർക്കാരുമായി, വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളിൽ എതിർപ്പ് പ്രകടിപ്പിച്ച് നിൽക്കുന്ന അദ്ദേഹം ഈ ചടങ്ങിൽ എത്തുന്നില്ല, ബിഷപ്പ് എത്തുന്നില്ല. പക്ഷേ വിഴിഞ്ഞം ഇടവകയുടെ എല്ലാം വൈദികന്മാരുടെയും അതുപോലെ തന്നെ ആളുകളുടെയും എല്ലാം സാന്നിധ്യം നമുക്കിവിടെ കാണാനും സാധിക്കുന്നുണ്ട്. എന്തായാലും ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയായിരിക്കുന്ന ഏകദേശം 600 മീറ്ററോളം ബെർത്ത് ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ആ ബെർത്തിലേക്കാണ് 400 മീറ്റർ പൂർണ്ണമായും സജ്ജമായ ബെർത്തിലേക്കാണ് ഇന്നലെ ഈ സാൻ ഫെർണാണ്ടോ കപ്പൽ, 300 മീറ്റർ നീളമുള്ള സാൻ ഫെർണാണ്ടോ കപ്പൽ 1960 കണ്ടെയ്നർ ഇവിടെ ഇറക്കാനുള്ള 1960 കണ്ടെയ്നറുകളുമായി എത്തിയിരിക്കുന്നത്. പക്ഷേ ഈ കപ്പലിൽ അതിന്മേൽ 8000-ഓളം കണ്ടെയ്നറുകളുണ്ട്. ഇന്ന് വൈകിട്ട് കൊണ്ട് പൂർണ്ണമായും അൺലോഡ് ചെയ്ത് ഇവിടെ നിന്ന് മടങ്ങാനുള്ള രീതിയിലായിരുന്നു തയ്യാറെടുപ്പ്. പക്ഷേ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇതുവരെ, ഇന്നലെ രാവിലെ തുടങ്ങി ഇതുവരെ 500 കണ്ടെയ്നറെല്ലാം ഇറക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നതാണ്. ബാക്കി കണ്ടെയ്നർ കൂടെ ഇറക്കിയ ശേഷം ഒരുപക്ഷെ കപ്പലിൻ്റെ ഇവിടെ നിന്നുള്ള പ്രയാണം അത് നാളെ ആയിരിക്കാനാണ് സാധ്യത. നാളെ 10 മണിക്ക് ഈ യാത്ര പുനഃക്രമീകരിച്ചിട്ടുണ്ട് എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്തായാലും ഇന്നലെ ഇവിടെ സജ്ജമാക്കിയിരിക്കുന്ന 8 വലിയ ഷോർ ക്രെയിനുകൾ ഉപയോഗിച്ച്, അതിൽ ചില ഷോർ ക്രെയിനുകൾ ഉപയോഗിച്ചാണ് ഈ ആദ്യ കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ ഇറക്കി തുടങ്ങിയത്. അത് പിന്നീട് യാർഡിലേക്ക് എത്തിച്ച് യാർഡ് ട്രെയിനുകൾ ഉപയോഗിച്ച് തുറമുഖത്ത് ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിഴിഞ്ഞം തുറമുഖം ഒരു ഓപ്പറേഷണൽ ഘട്ടത്തിലേക്ക് നീങ്ങുന്നു. അതിൻ്റെ ട്രയൽ റണ്ണാണ്. ഓണത്തിന് ഒരു ഓണസമ്മാനമായി ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയാക്കാനുള്ള പരിശ്രമമാണ് അദാനി പോർട്സും സർക്കാരും എല്ലാം നടത്തുന്നത്. ഒരുപാട് പ്രവൃത്തികൾ ഇനി പൂർത്തിയാകാനുണ്ട്. കാരണം ആദ്യഘട്ടം പൂർണ്ണ സജ്ജമാക്കുമ്പോൾ കടലിൽ, ഇവിടെ ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനലായതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് കടൽ മാർഗമുള്ള ഒരു ചരക്ക് ഗതാഗത നീക്കം നടക്കും. പക്ഷേ റോഡ് റെയിൽ കണക്ടിവിറ്റി ഇപ്പോഴും യാഥാർത്ഥ്യമായിട്ടില്ല. 600 മീറ്ററിലധികം NH-66 റോഡ് കണക്ടിവിറ്റി, അപ്രോച്ച് റോഡിൻ്റെ അടക്കം ആവശ്യമുണ്ട്. റെയിൽ കണക്ടിവിറ്റി ഒരു DPR ഘട്ടത്തിൽ മാത്രമാണ്. സ്ഥലം ഏറ്റെടുക്കൽ ആവശ്യമാണ്. തുരങ്കപാത നിർമ്മിക്കണം. 10 കിലോമീറ്റർ ദൂരമുള്ളൂ. എങ്കിൽ പോലും വലിയ ദൗത്യങ്ങൾ ഇനിയും ബാക്കിയാണ്. പക്ഷേ കടലിൽ നിന്ന് ഇവിടെ വിഴിഞ്ഞം തുറമുഖത്തെത്തി മറ്റ്
മറ്റ് തുറമുഖങ്ങളിലേക്ക് ഇപ്പോൾ ഇവിടെ ഇറക്കിയത് തന്നെ കൊൽക്കത്ത മുംബൈ തുറമുഖങ്ങളിലേക്കുള്ള ആവശ്യങ്ങൾക്കുള്ള ചരക്ക് കണ്ടെയ്നറുകളാണ്. അപ്പോൾ ആ പ്രോസസ്സ് ഇനിയും നടന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ വന്നത് ലോകത്തെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ കപ്പൽ കമ്പനിയായ മെർസ്കിൻ്റെ കപ്പലാണ്. ഇതൊരു മദർഷിപ്പാണ്. പക്ഷേ ഒരു കൂറ്റൻ മദർഷിപ്പാണോ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം 24,000 TEU എല്ലാം കപ്പാസിറ്റിയുള്ള കപ്പൽ ഇവിടെ വിഴിഞ്ഞം ബെർത്തിനരികിൽ തന്നെ നങ്കൂരമിടാൻ സാധിക്കും. ഇപ്പോൾ വന്നിട്ടുള്ളത് ഏകദേശം 10,000 TEU ഒക്കെ ഉള്ള ശേഷിയുള്ള കപ്പലാണ്. അപ്പോൾ ഇനിയും വലിയ മദർഷിപ്പുകൾ വരാനിരിക്കുന്നു. ലോകത്തെ ഏറ്റവും വലിയ കപ്പൽ ചരക്ക് ഗതാഗതം കൈകാര്യം ചെയ്യുന്ന കമ്പനിയായ MSC മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി ഉടൻ തന്നെ ഇവിടേക്ക് അവരുടെ കപ്പൽ ഗതാഗതം ചരക്കുകളുമായി എത്തും. അതിന് അദാനി പോർട്സുമായി സംസാരിച്ചിട്ടുണ്ട്. അത്തരം നീക്കങ്ങൾ സജീവമായി നടക്കുന്നു. നമുക്കറിയാം ഇപ്പോൾ നിലവിൽ രാജ്യത്തെ ആയാലും ഏഷ്യയിലെ മറ്റു രാജ്യങ്ങളിലായാലും പ്രധാനപ്പെട്ട ചരക്ക് ഗതാഗതം കൈകാര്യം ചെയ്യുന്നത് കൊളംബോയിൽ, ശ്രീലങ്കയിലെ കൊളംബോയിലും ദുബായ് പോർട്ടിലും. എന്തായാലും ലോകം ഉറ്റുനോക്കുന്ന ചരക്ക് നീക്കത്തിന്റെ ഹബ്ബാകാൻ വിഴിഞ്ഞം ഒരുങ്ങുകയാണ്.